നമസ്കാരം, ഞാൻ ബൈജു നായർ. നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. ഇന്ത്യയിലെ ഇലക്ട്രിക് വാഹന വിപ്ലവം നടന്നുകൊണ്ടിരിക്കുകയാണ്. അത് ഇരുചക്ര വാഹനങ്ങളായാലും 4 ചക്ര വാഹനങ്ങളായാലും എല്ലാം തന്നെ ധാരാളമായി വിറ്റുപോകുന്നു. ധാരാളം കമ്പനികൾ ഇത്തരം വാഹനങ്ങളിലേക്ക് പുതുതായിട്ട് കടന്നു വരുന്നു. അങ്ങനെ ഒരു വലിയ വിപ്ലവത്തിന് സാക്ഷ്യം വഹിച്ചുകൊണ്ടിരിക്കുകയാണ് നമ്മൾ. പക്ഷേ നമുക്കറിയാവുന്ന പോലെ ഈ 4 ചക്ര വാഹനങ്ങൾ വരുന്നതിന് മുമ്പ് തന്നെ ഇരുചക്ര വാഹനങ്ങളിലാണ് ഇത്തരം വിപ്ലവം ആരംഭിച്ചത്. പക്ഷേ പലപ്പോഴും നമുക്ക് ഡിപ്പെൻഡ് ചെയ്യാൻ പറ്റാത്ത രീതിയിലുള്ള കമ്പനികളൊക്കെയാണ് വന്നുകൊണ്ടിരുന്നത്. പക്ഷേ അടുത്ത കാലത്ത് ഇലക്ട്രിക് ഇരുചക്ര വാഹന രംഗത്തേക്ക് വന്ന പല കമ്പനികളും നമ്മൾ 2 കൈ നീട്ടി സ്വീകരിച്ചിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഇരുചക്ര വാഹന രംഗത്ത് വലിയ ഒരു മുന്നേറ്റം നടന്നുകൊണ്ടിരിക്കുകയുമാണ്. ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഞാൻ അത് സംബന്ധിച്ച ഒരു റിപ്പോർട്ട് കണ്ടപ്പോൾ അതിൽ പറഞ്ഞിരിക്കുന്നത് അടുത്ത കാലത്ത് കേരളത്തിൽ വന്ന ഒരു കമ്പനി, ഒരു ഇലക്ട്രിക് ഇരുചക്ര വാഹന കമ്പനി കാര്യമായ രീതിയിൽ വിൽപ്പന നേടിക്കഴിഞ്ഞു എന്നുള്ളതാണ്. ആ കമ്പനിയുടെ പേര് റിവോൾട്ട് എന്നാണ്. റിവോൾട്ട് ഇന്ത്യയിൽ കഴിഞ്ഞ മാസം ഏതാണ്ട് 2500ഓളം യൂണിറ്റുകളാണ് വിറ്റഴിച്ചത്. അപ്പോൾ എപ്പോഴും നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന റിവോൾട്ടിൻ്റെ ഷോറൂം കൊച്ചിയിലുണ്ട്. എന്നാൽ പിന്നെ ആ ഷോറൂമിലൊന്ന് വരാം, എങ്ങനെയുണ്ട് റിവോൾട്ടിൻ്റെ കച്ചവടമൊക്കെ ഒന്ന് ചോദിക്കാമെന്ന് വിചാരിച്ചാൽ വന്നിരിക്കുകയാണ്. കേരളത്തിലെ ഒരേ ഒരു ഗ്രൂപ്പിനാണ് ഈ റിവോൾട്ടിൻ്റെ ഡീലർഷിപ്പ് കിട്ടിയിരിക്കുന്നത്. ആസ്ട്രോൺ മൊബിലിറ്റി എന്നാണ് ആ ഡീലർഷിപ്പിൻ്റെ പേര്. പക്ഷേ ഈ പേരിൻ്റെ പിന്നിൽ ഒളിച്ചിരിക്കുന്നത് കേരളത്തിലെ ഏറ്റവും വലിയ വാഹന ഡീലർഷിപ്പാണ് എന്നുള്ളതാണ് സത്യം. നിങ്ങൾക്കെല്ലാം അറിയാവുന്ന പോലെ തന്നെ നിപ്പോൺ ഗ്രൂപ്പാണ് ഈ ഒരു ഡീലർഷിപ്പിൻ്റെ പിന്നിലുള്ളത്. നിപ്പോൺ ഗ്രൂപ്പ് എന്ന് പറയുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിൽ വരുന്നത് കളമശ്ശേരി ഭാഗത്ത് നമ്മൾ കാണുന്ന വലിയൊരു ടൊയോട്ട ഷോറൂം ആയിരിക്കും. അതുകൂടാതെ തന്നെ ഇഞ്ചിയോൺ കിയ എന്ന കിയയുടെ ഷോറൂമുകളുണ്ട്. കൂടാതെ ഓട്ടോബാൻ എന്ന പേരിൽ ഭാരത് ബെൻസ് ട്രക്കുകളുടെയും ബസ്സുകളുടെയും ഷോറൂം എല്ലാം തന്നെ നിപ്പോൺ ഗ്രൂപ്പിലാണുള്ളത്. ഒരു കാര്യവും ചെറുതായിട്ട് ചെയ്യാത്ത ഒരാളാണ് എൻ്റെ തലപ്പത്തുള്ളത്, അത് ബാബു മൂപ്പൻ സാറാണ്. അതുകൊണ്ട് തന്നെ ഈ ഷോറൂം കാര്യമായ രീതിയിൽ എന്തെങ്കിലുമൊക്കെ ചെയ്തിട്ടുണ്ടാകുമെന്ന് എനിക്ക് തോന്നി. അതാണ് കാണാൻ വന്നിരിക്കുന്നത്. എന്തായാലും ഈ ഷോറൂമിനെ പറ്റി പറഞ്ഞു തരാൻ വേണ്ടി നമ്മൾ ഒരാളെ ഇവിടെ പിടിച്ചു നിർത്തിയിട്ടുണ്ട്. അത് ശ്രീജേഷാണ്, ഈ ഷോറൂമിൻ്റെ മാനേജറാണ്. ശ്രീജേഷ, നമസ്കാരം. നമസ്കാരം. ഞാൻ കുറച്ചു നേരം മുമ്പാണ് റിവോൾട്ട് ടെസ്റ്റ് റൈഡ് ചെയ്തത്, ഓർമ്മ ഉണ്ടാവുമല്ലോ. അതിനുശേഷം സത്യം പറഞ്ഞാൽ പിന്നെ ഇങ്ങോട്ടൊന്നും വരാൻ പറ്റിയില്ല. ഇതിൻ്റെ ഉദ്ഘാടന സമയത്ത് ഞാൻ സ്ഥലത്തില്ലായിരുന്നുകൊണ്ട് അതും വരാൻ പറ്റിയില്ല. അപ്പോൾ ഒന്ന് കാര്യമായ രീതിയിൽ കണ്ടിട്ട് പോകാമെന്നാണ് വിചാരിച്ചത്. വളരെ സന്തോഷം. പക്ഷേ ഈ സാധാരണഗതിയിൽ ഇപ്പോൾ ഒരു ഇരുചക്ര ഇലക്ട്രിക് വാഹന ഷോറൂമിലേക്ക് വരുമ്പോൾ ഒരു ചെറിയൊരു ഷോറൂമൊക്കെയാണ് പ്രതീക്ഷിക്കുന്നതെങ്കിലും എനിക്കറിയാം ഇതിൻ്റെ ഉള്ളിൽ അങ്ങനെ ആയിരിക്കില്ല. കാരണം ഇതിൻ്റെ ഇപ്പോൾ ഗ്രൂപ്പിൻ്റെ ഭാഗമായതുകൊണ്ട് തന്നെ വലിയ സെറ്റപ്പിലേ വരൂ എന്ന് എനിക്ക് തോന്നിയിരുന്നു. എന്തായാലും ഗംഭീരമായിട്ടുണ്ട്. തന്നെയല്ലതാ ഇത് കണ്ടോ, വാഹനം അങ്ങനെ അഴിച്ച് വെച്ചിരിക്കുകയാണ്. എന്തൊക്കെയാണ് ഈ വാഹനത്തിലുള്ളതെന്ന് കാണാൻ അങ്ങനെ നോക്കുമ്പോൾ വളരെ കുറച്ച് കാര്യങ്ങളേ ഉള്ളൂ എന്നുള്ളതാണ് സത്യം. അതുകൊണ്ട് തന്നെയാണ് ഈ വാഹനം വളരെ എക്കണോമിക്കലായത്. അതിനെപ്പറ്റി നമുക്ക് ശ്രീജേഷോട് ചോദിച്ച് മനസ്സിലാക്കാം. എന്തായാലും എങ്ങനെയൊക്കെ അഴിച്ചു മാറ്റിയാലും ആ പടം 10-15 അല്ലേ സംഭവം കൊണ്ട് കഴിഞ്ഞു പരിപാടി അല്ലേ. അപ്പോൾ ഞാനിപ്പോൾ പറയായിരുന്നു, ഈ 2500ഓളം യൂണിറ്റുകളാണ് ഈ കഴിഞ്ഞ മാസം വിറ്റത് റിവോൾട്ട് ഇന്ത്യയിൽ. അങ്ങനെ നോക്കുമ്പോൾ കേരളത്തിൻ്റെ ഷെയർ എങ്ങനെയുണ്ട്? വളരെ നല്ല മികച്ചൊരു ഷെയറാണ് നമുക്ക് കഴിഞ്ഞ മാസം നേടാൻ പറ്റുക. ഏകദേശം 350ഓളം വെഹിക്കിൾ നമ്മൾ മാർക്കറ്റ് ഷെയർ ലീഡിങ് ചെയ്തു. ശരി. എല്ലാ EV സെഗ്മെൻറ്റിലുള്ള കേരളത്തിലെ എല്ലാ മാനുഫാക്ചേഴ്സിലും നമ്മൾ മാർക്കറ്റ് ഷെയറിൽ നമ്പർ 1 ആയിരുന്നു കഴിഞ്ഞ മാസം. ശരി. അത് പിന്നെ ഈ ഗ്രൂപ്പിൻ്റെ ഗുണമാണ്. എന്തുണ്ടെങ്കിലും നന്നായിട്ട് വിൽക്കാനറിയാം, നന്നായിട്ട് ആഫ്റ്റർ സെയിൽ സർവീസ് ചെയ്യാനറിയാം. അതെല്ലാം ബാബു സാറിൻ്റെ ഗ്രൂപ്പിൻ്റെ ഒരു പ്രത്യേകതയായിട്ട് എനിക്ക് എപ്പോഴും തോന്നിയ കാര്യങ്ങളാണ്. പക്ഷേ ഒരു കാര്യം ചോദിക്കട്ടെ, ഇപ്പം ഞാൻ നേരത്തെ തുടക്കത്തിൽ പറഞ്ഞ പോലെ ധാരാളം ഈ ഇലക്ട്രിക് ഇരുചക്ര വാഹന കമ്പനികളൊക്കെ ഉണ്ട്. പക്ഷേ ഒന്നും ഡിപ്പെൻഡ് ചെയ്യാൻ പറ്റുന്നവയാണെന്ന് നമുക്ക് അറിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ അടുത്ത കാലത്ത് അല്ലാത്ത 2-3 പേരുകളൊക്കെ നമ്മൾ കേട്ടിട്ടുള്ള ചില കമ്പനികളുടെയൊക്കെ. പക്ഷേ റിവോൾട്ട് ഒരു ടോട്ടലി ന്യൂ പേരാണ്. ഇപ്പം ഞാൻ എന്നെപ്പോലുള്ള പലരും ഇതിൻ്റെ ടെസ്റ്റ് റൈഡ് ചെയ്തപ്പോഴായിരിക്കും ഒരു പക്ഷേ ഇവിടെ ഉള്ളവർ കേട്ടിരിക്കുന്നത് റിവോൾട്ട് എന്ന്. എന്നിട്ടും എങ്ങനെ ഇത് വിൽക്കാൻ പറ്റുന്നത്? എന്താണ് ജനങ്ങൾ വന്ന് കാണുമ്പോൾ ഇത് വാങ്ങിക്കാമെന്ന് തോന്നുന്നൊരു ഘടകം എന്താ ഇതിൻ്റെ? തീർച്ചയായിട്ടും ആ പ്രോഡക്റ്റിൻ്റെ ക്വാളിറ്റിയാണ്. റിവോൾട്ട് RV400 എന്ന മോഡൽ പ്രസൻറ്റ് ചെയ്തിരിക്കുന്ന ക്വാളിറ്റിയിൽ പ്രസൻറ്റ് ചെയ്തിരിക്കുന്ന ഒരു വെഹിക്കിളാണ്. അതിൽ എല്ലാ സെഗ്മെൻറ്റിലും നമ്മുടെ പറയുകയാണെങ്കിൽ നമ്മുടെ കേരളത്തിലുള്ള എല്ലാ സെഗ്മെൻറ്റിലും വിഭാഗത്തിൽപ്പെട്ട ആളുകൾക്കും യൂസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് അതിൻ്റെ ഡിസൈൻ വന്നിരിക്കുന്നത്. എടുത്തു പറയുകയാണെങ്കിൽ യൂത്ത് ഉണ്ട്, യൂത്തിനെ അട്രാക്ട് ചെയ്യുന്നതിലുള്ള സ്പോർട്ടി ഡിസൈനാണ്. പെർഫോമൻസ് തരുന്നുണ്ട് യൂത്തിനെ അട്രാക്ട് ചെയ്യുന്നതിൽ. വർക്കിംഗ് ക്ലാസ്സിലേക്ക് വരികയാണെങ്കിൽ അവർക്ക് വളരെ എക്കണോമിക്കലായിട്ട് അവർ മുടക്കുന്ന ഓരോ രൂപയ്ക്കും അതിന് ഡബിളായിട്ട് തിരിച്ച് എക്കണോമിക്കലായിട്ട് കിട്ടും. ഉദാഹരണം പറയുകയാണെങ്കിൽ നമുക്ക് 1 കിലോമീറ്റർ പോകാൻ വെറും 20 പൈസ മാത്രമേ നമുക്ക് ചിലവ് വരുള്ളൂ. 1 കിലോമീറ്റർ 20 പൈസ മാത്രമേ. അതെ, അത്രയ്ക്ക് എക്കണോമിക്കൽ വെഹിക്കിളാണ്. അപ്പം വളരെ രീതിയിൽ വർക്കിംഗ് ക്ലാസ്സിന് ഉപകാരപ്രദമായ ഒരു വണ്ടിയാണ്. പിന്നെ സീനിയർ ആയിട്ടുള്ള ആളുകൾക്ക് ഒരു 25 വയസ്സ് തൊട്ട് ഏകദേശം 50-55 വയസ്സ് കാറ്റഗറി ഉള്ളവർക്ക് സുഖമായിട്ട് ടെൻഷൻ ഫ്രീ ആയിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന ബൈക്കാണ്. മെയിൻ്റെനൻസ് വൈസ് നോക്കുകയാണെങ്കിൽ വളരെ ചീപ്പാണ്.
ഏകദേശം 200 രൂപയെ താഴെ മാത്രമേ മെയിൻ്റെനൻസ് വരുന്നുള്ളൂ. എന്താണ് വരുന്നത് മെയിൻ്റെനൻസിന്? ഇത്ര ഈ സാധനം ഇത്രയല്ലേ ഉള്ളൂ? നോർമലായിട്ടും ബെൽറ്റ് ക്ലീൻ, നമ്മൾ ബെൽറ്റ് റിവഡാണ് ബൈക്കിൽ വരുന്നത്. അപ്പം ബെൽറ്റിൻ്റെ ക്ലീനിങ്, ക്ലച്ച് ഷൂസ്, ഇതൊക്കെ അതിനകത്ത് വരുന്നുള്ളൂ, മെയിനായിട്ട് വരുന്നുള്ളൂ. വളരെ ചീപ്പാണ്. അപ്പം എക്കണോമി വൈസ് വളരെ ആൾക്കാരെ അട്രാക്ട് ചെയ്യുന്നതാണ്. ഇന്നത്തെ ഈ ഒരു പ്രത്യേക സാഹചര്യത്തിൽ എല്ലാവർക്കും പോക്കറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള, അല്ലെങ്കിൽ അവർ മുടക്കുന്ന പൈസയ്ക്ക് പോകത്തായിട്ടുള്ള ഒരു വെഹിക്കിളാണ്. അത് തന്നെ ആയിരിക്കാം ഒരു പക്ഷേ നമ്പർ 1 ആണുള്ള ചാൻസ്. ഞാനിപ്പോൾ ഓടിച്ചപ്പോൾ അന്ന് എനിക്ക് തോന്നിയ കാര്യം ഇപ്പം കാഴ്ചയിൽ ഒരു ഭയങ്കര സ്പോർട്ടി ആണെങ്കിലും ഇതിന് റൈഡിങ് പൊസിഷൻ എന്ന് പറയുന്നത് ഏത് പ്രായത്തിനും പറ്റുന്നതാണ് അല്ലേ? പെട്ടെന്ന് നോക്കുമ്പോൾ തോന്നിയേക്കാൾ ഒരു യൂത്തിന് പറ്റുന്നതാണ്, പക്ഷെ അങ്ങനല്ല, ഏത് തരക്കാർക്ക് ഓടിക്കാവുന്നതാണ്. അങ്ങനെ വരുമ്പോൾ ഇപ്പോൾ വിൽക്കുന്ന വാഹനങ്ങളിൽ ഏറ്റവും കൂടുതൽ ഏത് പ്രായക്കാരാണ് വാങ്ങിക്കുന്നത്? നമ്മളുടെ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, വർക്കിംഗ് ക്ലാസ് എന്ന് പറഞ്ഞല്ലോ. അപ്പോൾ എല്ലാ പ്രായക്കാരും വരുന്നുണ്ട്. എന്നാലും മെജോറിറ്റിയും ഒരു 30+ ഉള്ള ആൾക്കാർ നമ്മൾ പ്രിഫർ ചെയ്യുന്നുണ്ട്. ഫാമിലി റൈഡിനൊക്കെ വളരെ പ്രിഫർ ചെയ്യുന്നുണ്ട്. പിന്നെ രാവിലെ ഒരു ജോലിക്ക് വൈകുന്നേരം തിരിച്ചു വരുന്നത്, അവർക്കൊക്കെ വളരെ ഉപകാരം. അവരാണ് മെജോറിറ്റി ആയിട്ട് നമ്മുടെ കസ്റ്റമേഴ്സ് വന്നിട്ടുള്ളത്. ഒരു രഹസ്യം ചോദിക്കട്ടെ, ഇത് ചൈനീസ് ആണോ? അതാണ് എനിക്ക് പറയാനുള്ള വേറെ കാര്യം. എല്ലാവരും ഒരു തെറ്റായ ഒരു ധാരണയാണ് ഇതൊരു ചൈനീസ് റിപ്ലിക്കയാണെന്ന്. തീർത്തും തെറ്റായ ഒരു ഇൻഫർമേഷനാണ്. വി മോട്ടോ എന്ന് പറഞ്ഞാൽ ഓസ്ട്രേലിയൻ ബേസ്ഡ് കമ്പനിയാണ്. വി മോട്ടോ എന്ന് പറഞ്ഞാൽ ഏകദേശം 22 വർഷം മുമ്പ് പെർത്തിൽ ഫോം ആയിട്ടുള്ള, അവിടെ ലിസ്റ്റ് ചെയ്തിട്ടുള്ള, സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ ലിസ്റ്റ് ചെയ്തിട്ടുള്ള ഒരു കമ്പനിയാണ്. ആ കമ്പനി സ്പെഷ്യലൈസ് ചെയ്തിരിക്കുന്നത് ഏറ്റവും ക്വാളിറ്റിയുള്ള EV പ്രോഡക്ട്സിനെ കൊണ്ടുവരുന്ന കമ്പനിയാണ്. അവരുടെ മാനുഫാക്ചറിങ് യൂണിറ്റ്, അവരുടെ മെജോറിറ്റി മാനുഫാക്ചറിങ് യൂണിറ്റ് ചൈനയിലുള്ള സൂപ്പർ സോക്കോ എന്ന് പറഞ്ഞ ഫെസിലിറ്റി അവർക്കുണ്ട്. അപ്പോൾ അതിലുള്ള ടെക്നോളജി ഷെയർസ് നമ്മൾ ചെയ്യാറുണ്ട്. നമ്മൾ അവരുടെ ഡിസൈൻ, തീർച്ചയായിട്ടും ഫ്രെയിമിംഗ് ടെക്നോളജിയും ഡിസൈൻ വൈസ് ഒക്കെ നമ്മൾ അഡാപ്റ്റ് ചെയ്തിട്ടുണ്ട്. ആപ്പിളിന്റെ ഫോൺ ഉണ്ടാക്കുന്നത് ചൈനയിലാണെന്ന് പറഞ്ഞ പോലെ അത്രേ ഉള്ളൂ. പല നല്ല കമ്പനികളുടെ ടെക്നോളജി ചൈനയിൽ ഷെയർ ചെയ്തിട്ടുണ്ട്. അതേപോലെയാണ് ഇതും വരുന്നത്. അപ്പോൾ ഇന്ത്യക്ക് വേണ്ടി പിന്നെ മാറ്റങ്ങൾ വന്നിട്ടുണ്ട് ഇതിൽ? തീർച്ചയായിട്ടും. പക്ഷേ ഇത് പൂർണ്ണമായിട്ട് അതുപോലെ ഇവിടെ അവതരിപ്പിച്ചതല്ല. അപ്പോൾ ഇന്ത്യൻ റോഡിനും ഇന്ത്യൻ രീതികൾക്കും അനുസരിച്ച് അതിന് ആവശ്യമായിട്ടുള്ള മാറ്റങ്ങൾ, കാതലായിട്ടുള്ള മാറ്റങ്ങൾ ഈ പ്രോഡക്റ്റിൽ വരുത്തി ഇന്ത്യക്ക് അനുയോജ്യമായ രീതിയിലാണ് ഇവിടെ ചെയ്തിരിക്കുന്നത്. പിന്നെ ചൈനീസ് റിപ്ലിക്ക ആണെങ്കിൽ ഒരിക്കലും നമുക്ക് ഇന്ത്യൻ ഗവൺമെൻറ്റിൻ്റെ നോംസ് അനുസരിച്ച് ഇവിടെ നമുക്ക് ഫെയിം 2 പോലുള്ള സബ്സിഡി ഇലക്ട്രിക് വെഹിക്കിളിന് അവൈലബിൾ ആണ്. അത് ഗവൺമെൻറ്റിന് അതിനൊരു കുറച്ച് സ്ട്രാറ്റജിയും കാര്യങ്ങളുണ്ട്. ആ സ്ട്രാറ്റജി മീറ്റ് ചെയ്യുന്ന വണ്ടികൾക്ക് മാത്രമേ നമുക്ക് ഫെയിം 2 സബ്സിഡി കിട്ടുള്ളൂ. അത് എത്രയോ % ഇന്ത്യൻ ആയിരിക്കണം എന്നൊക്കെ ഉണ്ടല്ലോ. അതെ. അപ്പോൾ ഇത് ഫെയിം 2 സബ്സിഡി കിട്ടിയ വാഹനമാണ്. അതെ, തീർച്ചയായും. ഇത് തീർച്ചയായിട്ടും ഒരു ഇന്ത്യൻ പ്രോഡക്റ്റ് തന്നെയാണ്. അതുപോലെ ഇവിടെ എന്താണ് ഒരു NMEM എന്ന് പറയുന്ന ഒരു സ്റ്റിക്കർ ഒട്ടിച്ചിരിക്കുന്നത്? അത് നേരത്തെ ഞാൻ പറഞ്ഞ ഫെയിം 2-ന്റെ ഭാഗമായിട്ട് NMEM എന്ന് പറയുന്നത് നാഷണൽ മിഷൻ ഫോർ ഇലക്ട്രിക് മൊബിലിറ്റി എന്നുള്ളതിൻ്റെതാണ്. അതൊരു സെൻട്രൽ ഗവൺമെൻറ് ഒരു പ്രോജക്റ്റാണ്. അത് EV സെഗ്മെൻറ്റിനെ ബൂസ്റ്റ് ചെയ്യാൻ വേണ്ടി ഗവൺമെൻറ് കൊണ്ടുവന്ന പ്രോജക്റ്റാണ്. അതിൽ അറ്റാച്ച്ഡ് ഉള്ള വെഹിക്കിൾസിനാണ് ഈ പറഞ്ഞ സബ്സിഡി, ഫെയിം 2 പോലുള്ള സബ്സിഡി അവൈലബിൾ ആണ്. അപ്പം തീർച്ചയായിട്ടും ഇന്ത്യൻ ഗവൺമെൻറ് നോംസ് മീറ്റ് ചെയ്യുന്ന വെഹിക്കിളാണ്. ഇതൊരു ചൈനീസ് പ്രോഡക്റ്റ് ആണെന്ന് ആൾക്കാർക്ക് ധാരണയുണ്ട്. അത് മാറ്റാനും കൂടെയാണ് ഞാൻ. അത് തീർച്ചയായിട്ടും ആരും കുറ്റം പറയാൻ പറ്റില്ല. കാരണം നമ്മൾ ആദ്യം തൊട്ട് കാണുന്ന മുൻകാലങ്ങളിൽ വന്നിരിക്കുന്ന വണ്ടി കൂടുതൽ അങ്ങനെ ആയത് കാരണം ഇന്ന് കാണുന്നതിന് നാളെ കാണുന്നില്ല എന്ന് പറഞ്ഞ പോലെ പല സ്ഥലത്തും ഈ ഷോറൂം കാണും. പിറ്റേ ദിവസം നമ്മളൊന്ന് സർവീസിന് ചെല്ലുമ്പോൾ ഷോറൂമേ ഉണ്ടാകാത്ത അവസ്ഥയ്ക്ക് ഇഷ്ടം പോലെ ഉണ്ടായിരുന്നു. പക്ഷേ ഈ ഒരു ഡീലർഷിപ്പിനെ സംബന്ധിച്ച് എനിക്ക് നല്ല ഉറപ്പുണ്ട്. നിപ്പോൺ ഗ്രൂപ്പിൻ്റെ ഡീലർഷിപ്പ് എടുക്കണമെങ്കിൽ അത്രയും മികച്ചൊരു കമ്പനിയുടെ അല്ലെങ്കിൽ ഒരിക്കലും എടുക്കില്ല. തന്നെയല്ല ഒരിക്കലും ഞാനൊന്നും പ്രതീക്ഷിച്ചിട്ടില്ല ഈ നിപ്പോൺ ഗ്രൂപ്പ് ഇരുചക്ര വാഹനങ്ങളുടെ ഡീലർഷിപ്പിലേക്ക് വരുമെന്ന്. കാരണം ട്രക്ക് തൊട്ട് ഇന്നോവ വരെയുള്ള കാര്യങ്ങളൊക്കെയാണല്ലോ ഇതുവരെ കൊണ്ടു നടന്നിരുന്നത്. അപ്പം അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും നമുക്ക് തീർത്തും വിശ്വസിക്കാവുന്ന ഒരു കമ്പനി തന്നെയായിരിക്കും റിവോൾട്ട്. മറ്റൊരു കാര്യം വെച്ചാൽ എനിക്ക് തോന്നുന്നത് വെച്ചാൽ ഈ സാധാരണ എല്ലാ ഡീലർഷിപ്പുകാരും പുതുതായിട്ടൊക്കെ തുടങ്ങുന്നവർ ആദ്യം 2 വീലർ തുടങ്ങും. അതിൽ നിന്ന് ഗ്രാജുവേറ്റ് ചെയ്ത് വന്നിട്ടാണ് ഈ ട്രക്ക് വരെ എത്തുന്നത്. ഇത് മുകളിൽ നിന്ന് താഴോട്ടാണ് ഇപ്പം ബാബു സാർ വന്നിരിക്കുന്നത്. ബാബു സാറല്ലേ 2 വീലർ എടുത്തു എന്ന് പറയുന്നത് വലിയൊരു മാറ്റമായിട്ട് തോന്നുന്നു. അത് ഇത്തരത്തിലുള്ള ഇനിയിപ്പോൾ വലിയ മാറ്റം ആവശ്യമാണ്. കാരണം ഇപ്പോൾ ഇത്തരത്തിലുള്ള ധാരാളം പുതിയ കമ്പനികൾ വരുന്നു. അപ്പം 4 ചക്രത്തിൽ ഒതുങ്ങി നിൽക്കേണ്ട കാര്യമില്ല. 2 വീലറിലേക്ക് വന്നത് തീർച്ചയായിട്ടും നന്നായിരിക്കും. അപ്പോൾ എനിക്കിനി ചോദിക്കാനുള്ളത് വെച്ചാൽ ഇതിൻ്റെ R&D ഒക്കെ ഇന്ത്യയിൽ ഉണ്ടോ? കാരണം ഇപ്പോൾ അടുത്ത കാലത്ത് ചില ഇലക്ട്രിക് വാഹനങ്ങളിൽ ചില പ്രശ്നങ്ങൾ വന്നപ്പോൾ അന്ന് കേട്ട ഒരു കാര്യം വെച്ചാൽ ഇവർക്കൊന്നും R&D ഇന്ത്യയിലില്ല. മറ്റ് പല സ്ഥലങ്ങളിൽ നിന്ന് നേരെ ഇന്ത്യയിലേക്ക് കൊണ്ടുവരുന്നു. ഇന്ത്യയിൽ കൊണ്ടുവന്ന് കഴിഞ്ഞ് ഇന്ത്യൻ സാഹചര്യങ്ങൾക്കനുസരിച്ച് ഓടി തുടങ്ങുമ്പോഴാണ് പ്രശ്നങ്ങൾ കാണിക്കുന്നത്. ഇതിൻ്റെ കാര്യത്തിൽ എന്താണ് R&D ഒക്കെ ഇന്ത്യയിലുണ്ടോ? അതാണ് അടുത്ത നമ്മുടെ റിവോൾട്ട് കമ്പനിയുടെ മറ്റൊരു ഹൈലൈറ്റ്. അതാണ് നമുക്ക് നല്ലൊരു R&D സെക്ഷനുണ്ട്. പൂർണ്ണമായിട്ട് സജ്ജമായ R&D ഡിവിഷനുണ്ട്. അത് ഹെഡ് ചെയ്യുന്ന അതേപോലെ എക്സ്പീരിയൻസ് ഉള്ള വിദേശ രാജ്യങ്ങൾ, ഓസ്ട്രിയ, ജർമ്മനി, തായ്ലൻഡ് അങ്ങനെ തുടങ്ങിയ രാജ്യങ്ങളിൽ EV സെക്ഷൻ്റെ പ്രൊജക്ട് മാനേജ് ചെയ്തിട്ടുള്ള ആളുകളാണ്. 26 വർഷം എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ആളുകളാണ് നമ്മുടെ R&D ഹെഡ് ചെയ്യുന്നത്. അത് നമുക്ക് ഡൽഹി, ഹരിയാനയിലും അതുപോലെ ബാംഗ്ലൂരും നമുക്ക് R&D ഡിവിഷൻ തന്നെയുണ്ട്. അത്രയും സീരിയസ് ആയിട്ടാണ് കമ്പനി തന്നെ അപ്രോച്ച് ചെയ്തിരിക്കുന്നത്. അതനുസരിച്ച് പ്രൊഡക്റ്റും ക്വാളിറ്റിയുമാണ് നമുക്ക് വണ്ടിയും വന്നുകൊണ്ടിരിക്കുന്നത്. പിന്നെ ബാറ്ററി അത്തരം കാര്യങ്ങളെ പറ്റി ഒന്നുകൂടെ ഓർപ്പിക്കാവോ? കാരണം ബാറ്ററി നമ്മുടെ വളരെ ഏതൊരു EV സെഗ്മെന്റിലും അവരുടെ വണ്ടിയുടെ ഹൃദയം എന്ന് പറയുന്നത് ബാറ്ററി തന്നെയാണ്. നമ്മളുടെ ബാറ്ററിയുടെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ CALT എന്ന് പറയും. CALT പ്രൊവൈഡ് ചെയ്യുന്ന ബാറ്ററിയാണ്. CALT എന്ന് പറഞ്ഞാൽ
കണ്ടംപററി ആംപെറെക്സ് ടെക്നോളജി കമ്പനി ലിമിറ്റഡ്. അതൊരു ഗ്ലോബലി ഈ ലിഥിയം അയൺ ബാറ്ററിയുടെ മാനുഫാക്ചേഴ്സാണ്. ഏകദേശം 35% പോലും വേൾഡിൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന ലിഥിയം അയൺ ബാറ്ററിയുടെ ഷെയർ കൈകാര്യം ചെയ്യുന്നത്. അപ്പോൾ തന്നെ അറിയാം ആ കമ്പനിയുടെ ഒരു വലിപ്പവും അവരുടെ പ്രോഡക്റ്റും. വളരെ സിമ്പിളായിട്ട് പറയാം, നമ്മൾ ഉപയോഗിക്കുന്ന ആപ്പിൾ ഫോണിലെ ബാറ്ററിയുടെ ടെക്നോളജിയൊക്കെ ഈ CLT എന്ന കമ്പനിയാണ് സപ്പോർട്ട് ചെയ്യുന്നത്. കൂടാതെ ഇപ്പം EV സെഗ്മെൻറ്റിൽ തന്നെ ഇപ്പം ഗ്ലോബൽ വെഹിക്കിൾ മാനുഫാക്ചേഴ്സായ BMW, ഫോർഡ്, ഇവരുടെ കമ്പനിയുടെയൊക്കെ EV സെഗ്മെൻറ്റിലെ ബാറ്ററി ടെക്നോളജി ഇവരാണ് ഷെയർ. അപ്പോൾ അത്രയും ഗ്ലോബലി ഐഡൻറ്റിഫൈ ആയിട്ടുള്ള ഒരു കമ്പനിയുടെ ബാറ്ററിയാണ് നമ്മൾ ഇതിനകത്ത് കൊണ്ടുവരുന്നത്. അപ്പം ആ ക്വാളിറ്റി ഈ പ്രോഡക്റ്റിന്, അതുകൊണ്ടാണ് നമ്മൾ വാറണ്ടി നമുക്ക് 6 വർഷം അല്ലെങ്കിൽ 1,00,000 കിലോമീറ്ററാണ് നമ്മളതിൻ്റെ വാറണ്ടി പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പോൾ വളരെ ടെൻഷൻ ഫ്രീ ആയിട്ട് ആളുകൾക്ക് യൂസ് ചെയ്യാം. 1,00,000 കിലോമീറ്റർ ഓടിക്കണമെങ്കിൽ ഇത്തിരി ബുദ്ധിമുട്ടാവും അല്ലേ? ശരിയാണ്. ബാക്കി പറഞ്ഞാൽ നമ്മൾ ടെസ്റ്റ് റൈഡിൽ പറഞ്ഞാൽ കൂടുതലൊന്നും പറയുന്നില്ല. എങ്കിൽ പോലും എനിക്ക് തോന്നുന്നു വളരെ ഈ ഒറ്റ നോട്ടത്തിൽ നമുക്കൊരു ബിൽ ക്വാളിറ്റി ഫീൽ ചെയ്യുന്ന രീതിയിലാണ് നിർമ്മിച്ചിരിക്കുന്നത്. ഇപ്പോൾ ഞാൻ ചൈനയാണെന്നൊക്കെ പറഞ്ഞു വെച്ചാൽ കാണുമ്പോഴേ അറിയാം ചൈനയൊന്നും അല്ല. ചൈനയ്ക്കൊന്നും ഈ ഒരു ഫിനിഷിംഗ് ഉണ്ടാവില്ലല്ലോ. എവിടെയെങ്കിലും കാണുമ്പോൾ നമുക്ക് മനസ്സിലാകും ചൈനയാണ്. ഇത് അങ്ങനെയൊന്നുമില്ല, വളരെ പെർഫെക്റ്റ് ആയിട്ട് നിർമ്മിച്ചിരിക്കുന്നൊരു വാഹനമാണ്. അപ്പോൾ ഇപ്പോൾ നമുക്ക് ശരിക്കും ഒറ്റ മോഡലേ ഉള്ളൂ അല്ലേ? RV400 എന്ന് പറഞ്ഞാൽ ഒരു മോഡലാണ് നമുക്കുള്ളത്. പുതിയ മോഡലുകൾ വരാനുള്ള സാധ്യതകൾ ഉടനെ ഉണ്ടോ? സാധ്യതകളുണ്ടാവും, പക്ഷേ അതിനുള്ള ഒഫീഷ്യലായിട്ടുള്ള അനൗൺസ്മെൻറ്റ്സ് ഒന്നും നമുക്ക് കിട്ടിയിട്ടില്ല. അപ്പോൾ RV400 എന്നാണ് ഇതിൻ്റെ ഈ മോഡലിൻ്റെ പേരല്ലേ? അതെ. അപ്പോൾ എത്ര കളേഴ്സ് ഉണ്ട് നമുക്ക് നിലവിൽ 3 കളേഴ്സാണുള്ളത്. ബ്ലാക്ക് ഉണ്ട്, റെഡ് ഉണ്ട്, ഒരു വൈറ്റ് മിസ്റ്റി ഗ്രേ എന്ന് പറഞ്ഞാൽ വൈറ്റ് ഗ്രേ കോമ്പിനേഷനുള്ള ഒരു വെഹിക്കിളും കൂടെ ഉണ്ട്. ഈ മലയാളികളുടെ ടേസ്റ്റ് അറിയാൻ വേണ്ടി ചോദിക്കാം, നമ്മുടെ ഏറ്റവും കൂടുതൽ വിൽക്കുന്ന ഏത് കളറാണ്? നിലവിലത്തെ സാഹചര്യം നമ്മുടെ 3 കളറും ഒരുപോലെ വിൽക്കുന്നവരാണല്ലേ? അതെ. ശരി, ഞാൻ വൈറ്റ് കണ്ടിട്ടില്ല. എന്നാൽ ഇത് രണ്ടും നല്ല ഗംഭീരമായിട്ടുണ്ട്. അപ്പോൾ ഇനി ഈ പറഞ്ഞ പോലെ ഷോറൂം ഒന്ന് കാണുകയാണ് വേണ്ടത്. അത് ശരിക്കും ഈ ഒരു ഷോറൂം എന്ന് പറയുന്നത് ഇവരുടെ റിവോൾട്ടിൻ്റെ എല്ലാ ഷോറൂമുകളുടെയും രീതി തന്നെയാണോ, ഇങ്ങനെ വേണമെന്നാണോ? അല്ല, ഇത് നമ്മളുടെ ഷോറൂമിൻ്റെ ഗ്രൂപ്പിൻ്റെ ഇനിഷ്യേറ്റീവ്. നിപ്പോൺ നേരത്തെ വൈചേട്ടൻ പറഞ്ഞ പോലെ ഗ്രൂപ്പ്, നിപ്പോൺ ഗ്രൂപ്പാണ് നമ്മൾ കേരളത്തിൽ RV400 അല്ലെങ്കിൽ റിവോൾട്ടിന് ബാക്കപ്പ് ചെയ്യുന്നത്. അപ്പോൾ നമ്മളുടെ ഗ്രൂപ്പിൻ്റെ ഒരു ആഗ്രഹപ്രകാരമാണ് നല്ലൊരു കസ്റ്റമേഴ്സിന് ഏറ്റവും അവൈലബിൾ പ്രീമിയം സെഗ്മെൻറ്റിലുള്ള ഒരു ഫീലിംഗ് കൊടുക്കാനുള്ള സ്പെഷ്യൽ ഡിസൈൻസും മറ്റുമാണ് നമ്മൾ ഈ ഷോറൂമിൽ ഇട്ടേക്കുന്നത്. ഇത് RVയുടെ റിവോൾട്ടിൻ്റെ അപ്രൂവലോടുകൂടി നമ്മൾ ചെയ്തിരിക്കുന്നത്. ശരി, ഇനിയിപ്പോൾ എന്താ കുഴപ്പമെന്ന് വെച്ചാൽ മറ്റു ഡീലേഴ്സിനോട് ഇങ്ങനെ ചെയ്യാൻ പറയും റിവോൾട്ട് അല്ലേ? നിങ്ങളിങ്ങനെ കാണിച്ചു കൊടുത്തിട്ട് അത് ഗംഭീരമായിട്ട് ചെയ്ത് കാണിച്ചുകൊണ്ട് ഇനി എല്ലാവരും ചെയ്യേണ്ടി വരും എന്നുള്ളതാണ് പ്രശ്നം. അപ്പോൾ നമുക്ക് ആക്സസറീസ് ഇപ്പോൾ ഇവിടെ വളരെ കുറച്ച് ആക്സസറീസേ കാണുന്നുള്ളൂ. അപ്പോൾ നമ്മൾ എന്തൊക്കെയാണ് ആക്സസറീസ് ആയിട്ട് വാങ്ങിക്കാനുള്ളത് നമുക്ക് ഈ വണ്ടിക്ക്? നമുക്ക് 2-3 ഐറ്റംസ് വണ്ടിയുടെ കൂടെ വരുന്നത് ലെഫ്റ്റ് സൈഡ് സാരി ഗാർഡും ഹെൽമെറ്റ് പോലുള്ള സൈഡ് സ്റ്റാൻഡ്, മിറേഴ്സ്, ഇതൊക്കെ വണ്ടിയുടെ കൂടെ ഉണ്ട്. അതുകൂടാണ്ട് നമുക്ക് എക്സ്ട്രാ ഹഗ്ഗേഴ്സ് വരുന്നുണ്ട്. എക്സ്ട്രാ ആയിട്ട് ഹഗ്ഗർ ഉണ്ട്, ക്രാഷ് ഗാർഡ്സ് ഉണ്ട്, ബ്ലൂടൂത്ത് കണക്ടിവിറ്റി ഉള്ള ഹെൽമെറ്റ്സ് ഉണ്ട്. അങ്ങനെയുള്ള കുറച്ച് ആക്സസറീസ് വരുന്നുണ്ട്. ബാക്കി ബേസിക് എല്ലാ സാധനവും ഇതിന്റെ കൂടെ തന്നെ കിട്ടും. ബേസിക് ആയിട്ടുള്ള തന്നെ അതുണ്ട്. എത്ര രൂപയാണ് നമുക്ക് ഇത് എക്സ്ഷോറൂം വില വരുന്നത്? 134 ആണ് എക്സ്ഷോറൂം വരുന്നത്. പ്ലസ് അതിൻ്റെ കൂടെ റോഡ് ടാക്സും ഇൻഷുറൻസും വരുന്നുണ്ട്. അതുപോലെ ഈ സർവീസ് ഇന്റർവൽസ് എങ്ങനെയാണ്? എത്ര കാലം കൂടെ നമുക്ക് സർവീസ് ചെയ്യണം? നമുക്ക് 5 സർവീസാണ്, ഫ്രീ സർവീസ് ആണുള്ളത്. 5 ഫ്രീ സർവീസ് ഉണ്ട്? അതെ, 5 സർവീസ് ഉണ്ട്. അതിൽ ആദ്യത്തെ ഫസ്റ്റ് സർവീസ് 1000 കിലോമീറ്റർ അല്ലെങ്കിൽ 1 മാസം, ബാക്കിയെല്ലാം 6 മാസം അല്ലെങ്കിൽ 10,000. അതാണ് അതിൻ്റെ ടൈം പീരിയോഡിക് വരുന്നത്. പിന്നെ പെയ്ഡ് സർവീസിന് പോലും 200 രൂപയൊക്കെ ആകുന്നുള്ളൂ എന്നുള്ള വളരെ തുച്ഛമായ, മറ്റ് ഫ്യൂൽ വെഹിക്കിളിനെ കമ്പയർ ചെയ്യുമ്പോൾ വളരെ തുച്ഛമായ സർവീസ് മെയിൻ്റനൻസ് കോസ്റ്റ് ഈ വണ്ടിക്കുള്ളൂ. അപ്പം 1 കിലോമീറ്റർ ഓടാൻ ആകെ റണ്ണിങ് കോസ്റ്റ് എന്ന് പറയുന്നത് 20 പൈസ, ഓട്ടത്തിന് 20 പൈസ, പിന്നെ സർവീസിനെല്ലാം കൂടെ 200 രൂപ എല്ലാം കൂടെ പരിപാടിയാണ്. അതെ, ആദ്യം മുടക്കുന്ന പൈസ ഉള്ളൂ. അത്രേ ഉള്ളൂ അല്ലേ? തീർച്ചയായിട്ടും കൊള്ളാം. അപ്പോൾ നമുക്ക് ഒന്നുകൂടെ ഷോറൂം നോക്കാം. അപ്പോൾ ഇത് ഈ ബ്ലൂടൂത്ത് ഉള്ള ഹെൽമെറ്റ് ആണോ ഇത് ഇവിടെ ഇരിക്കുന്നത്? അല്ലല്ലേ? അതെ, ബ്ലൂടൂത്ത് അഡീഷണൽ ആയിട്ട് വരുന്നത്. അത് നമ്മൾ ഫിറ്റ് ചെയ്യുന്നത് അല്ലേ? ശരി. ഇത്തരത്തിലുള്ള ആക്സറീസും ഉണ്ട്. അതെ, ബാഗൊക്കെ ഉണ്ട്. അതെ. അപ്പോൾ ഇതിങ്ങനെ ഇപ്പോൾ കാണുന്ന പോലെ ഉണ്ട്. നമ്മളെപ്പോഴും വലിയ ഷോറൂമുകളൊക്കെ കാണുന്ന രീതി തന്നെയാണ്. ബൈക്ക് ആയതുകൊണ്ട് ചെറുതായി കണ്ടിട്ടില്ല എന്നുള്ളത് ഈ ഗ്രൂപ്പിൻ്റെ ഗുണമാണെന്ന് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ. തീർച്ചയായിട്ടും അങ്ങനെ തന്നെയാണ് എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത്. ഒരു മാഗ്നിറ്റ്യൂഡ് വലുതായിരിക്കും എപ്പോഴും നിപ്പോൺ ഗ്രൂപ്പിൻ്റെ. അത് തന്നെയാണ് ഇപ്പോൾ നമ്മളിപ്പോൾ കാണുന്നത്. ഇവിടെ വരുന്നവർക്ക് ചായ അങ്ങനത്തെ പരിപാടിയൊന്നുമില്ല, ഒന്നും തന്നില്ലല്ലോ, ഓഫർ ചെയ്തില്ലല്ലോ, ചായ ഒന്നും ഇല്ലല്ലേ? വളരെ സങ്കടമുണ്ട്. സാധാരണ നമ്മുടെ രീതിയിൽ ചായ ഒക്കെ കൊടുക്കുന്നുണ്ട് ഇവിടെ. നമ്മൾ വളരെ കസ്റ്റമറിന് വളരെ നന്നായിട്ട് നമുക്ക് നല്ലൊരു കസ്റ്റമർ ലോഞ്ച് ഉണ്ട്. ഞാനത് വണ്ടി വാങ്ങിക്കാൻ വരാത്തതുകൊണ്ടാണോ ചായ തരാത്തത്? തീർച്ചയായിട്ടും ഇന്ന് സൺഡേ ആയി പോയി എന്നൊരു സങ്കടമുള്ളൂ, മാത്രമേ ഉള്ളൂ. അതായത് ശരിക്കും പറഞ്ഞാൽ ഇന്ന് സൺഡേ ആണ്. അപ്പം എൻ്റെ അടുത്ത് ഞാൻ ഇന്നലെ അവിടെ വരായിരുന്നത്. അപ്പം തിരക്കായിരിക്കും പകലൊക്കെ വന്നാലെന്ന് പറഞ്ഞുകൊണ്ടാണ് ഞാൻ സൺഡേ നോക്കി വന്നത്. സൺഡേ ആയതുകൊണ്ടാണ് ഇവിടെ ആളില്ലാതെ നമുക്ക് സംസാരിക്കാൻ പറ്റുന്നത് അല്ലേ? പിന്നെ എന്തൊക്കെയാണ് നമുക്ക് ഈ കസ്റ്റമേഴ്സിന് അഡീഷണൽ ആയിട്ട് നമ്മൾ കൊടുക്കുന്ന വാറണ്ടി ഉണ്ട്. പിന്നെ ഈ പറഞ്ഞ ചെറിയ കോസ്റ്റിൽ വണ്ടി ഓടിക്കാൻ പറ്റുന്നുണ്ട്. സർവീസ് കോസ്റ്റ് ചെറുതാണ്. പിന്നെ നിങ്ങൾക്ക് ഈ ഒരു എക്സ്പീരിയൻസ്, ഒരു ബൈങ് എക്സ്പീരിയൻസ് എന്ന് പറയുന്നത് തന്നെ ഒരു വലിയ വാഹനം വാങ്ങിക്കാൻ വരുമ്പോൾ ഒരു എക്സ്പീരിയൻസ് ആണ് അല്ലേ? പിന്നെ കസ്റ്റമർ ലോഞ്ച് ഒക്കെ ഉണ്ട് നമുക്ക്? തീർച്ചയായിട്ടും ഉണ്ട്. നമുക്ക് നല്ലൊരു കസ്റ്റമർമാർ കാണാം. അപ്പോൾ ഇതാണ്. ഇതാരാ ഇത്?
ഇത് ഞാൻ വരുന്ന പ്രമാണിച്ച് വെച്ചല്ലേ സത്യം പറ അത് സ്ഥിരമായിട്ട് ഇവിടെ വെക്കുന്നുണ്ട് ഇല്ലല്ലോ? അല്ല, ഇത് നമ്മൾ റാൻഡമായിട്ട് പ്ലേ ചെയ്യുന്നതാണല്ലേ. എൻ്റെ ഉദ്ദേശമാണ്, എൻ്റെ മാത്രം ഉദ്ദേശമാണ് എന്ന് പറഞ്ഞ പോലെയാണ്. എന്തായാലും സന്തോഷം, ഞാൻ വരുന്നതുകൊണ്ടാണെങ്കിലും അല്ലെങ്കിലും എൻ്റെ യാദൃശ്യമായിട്ട് സംഭവിച്ച ആണല്ലേ, തികച്ച യാദൃശ്യമാണ് അല്ലേ. എന്തായാലും കസ്റ്റമർ ലോഞ്ചും ഞാൻ ഈ പറഞ്ഞ പോലെ തന്നെയാണ്. ഒരിക്കലും ഒരു 2 വീലറിൻ്റെ കസ്റ്റമർ ലോഞ്ച് പോലെ അല്ല ഇവിടെ കാണുന്നത്. വളരെ ഗംഭീരമായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ഇരുന്നിട്ട് പിന്നെ നമുക്ക് സർവീസ് നടക്കുന്ന സ്ഥലത്തേക്ക് കസ്റ്റമേഴ്സിന് പോകാൻ പറ്റുമോ? അങ്ങനെയുള്ള സർവീസിന് നമുക്ക് സെപ്പറേറ്റ് കസ്റ്റമറിന് പോകാം. കസ്റ്റമർ ലോഞ്ച് സർവീസ്, കസ്റ്റമർ ലോഞ്ച് നമ്മളവിടെ അവൈലബിൾ ആക്കിയിട്ടുണ്ട്. അപ്പോൾ കസ്റ്റമറിന് അത് അവിടെ നിന്നുകൊണ്ട് തന്നെ അവരുടെ വെഹിക്കിളിൻ്റെ സർവീസ് നമുക്ക് കാണാനുള്ള ഫെസിലിറ്റി ഉണ്ട്. ഇതിപ്പോൾ സെയിൽസിൻ്റെ കസ്റ്റമർ ലോഞ്ചാണ്? അത് സെയിൽസിൻ്റെ കസ്റ്റമർ ലോഞ്ച്. അത് ശരി. നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് അത് സർവീസിനും കസ്റ്റമർ ലോഞ്ച് അവൈലബിൾ ആക്കിയിട്ടുണ്ട്. അതിന് എങ്ങനെയാണ് നമ്മൾ പോകേണ്ടത്? ഈ എൻട്രി എങ്ങനെയാണ് വരുന്നത്? അപ്പോൾ ഇതാണ് സർവീസ് കസ്റ്റമർ ലോഞ്ച് വരുന്നത്. അപ്പോൾ 2 ലോഞ്ചാണ് അല്ലേ? കസ്റ്റമർ ലോഞ്ച് അവിടെ സെയിൽസിനും സർവീസിനും ഉണ്ട്. അത് അധികം കാണാത്തൊരു സംഭവമാണ് 2 വീലറിലൊക്കെ. അപ്പോൾ ഇതാണ് ശരിക്കും നമ്മുടെ സർവീസ് ബേ ഒക്കെ ഇവിടെയാണ് അല്ലേ? ക്ലിയർ വ്യൂ ഉണ്ട് ഇവിടുന്ന്. കസ്റ്റമർക്ക് ഇവിടെ റിലാക്സ് ചെയ്തുകൊണ്ട് അവരുടെ വണ്ടിയുടെ സർവീസ് കാണാനുള്ള അറേഞ്ച്മെന്റ്. അപ്പോൾ ഇതല്ല അവരുടെ ഒരു സ്റ്റാൻഡേർഡ് വെച്ചിട്ട് തന്നെ നമ്മൾ ചെയ്തിരിക്കുന്നത് അല്ലേ? ഏറ്റവും അവൈലബിൾ ആയിട്ടുള്ള ഏറ്റവും ലേറ്റസ്റ്റ് ടെക്നോളജി ഉള്ള ബേസും കാര്യങ്ങളാണ് നമ്മൾ അവൈലബിൾ ആക്കിയിരിക്കുന്നത്. ഓക്കെ. എന്തായാലും ഈ പറഞ്ഞ പോലെ അധിക നേരം ഒന്നും ഇവിടെ ഇരിക്കേണ്ടി വരില്ലല്ലോ. സർവീസ് വളരെ ചെറിയ സർവീസ് ആയതുകൊണ്ട് അധിക സമയമൊന്നും വേണ്ടി വരില്ല. അപ്പോൾ ഇത് നിങ്ങൾ ഈ ഷോറൂം കണ്ടിട്ടില്ലാത്തവർക്ക് വേണ്ടി പറഞ്ഞുതരാം. ഇത് പാലാരിവട്ടം പൊളിക്കാനിരുന്ന പാലത്തിൻ്റെ ഇടതുവശത്താണ്, ഇടപ്പള്ളിയിലേക്ക് പോകും അല്ലേ? വളരെ എളുപ്പത്തിൽ കാണാം. തന്നെയുമല്ല, ഞാൻ പറഞ്ഞ പോലെ നിങ്ങളെ കണ്ണിൽ പെടാതിരിക്കില്ല ഇത്. കാരണം അതിമനോഹരമായ രീതിയിലാണ് ഇതിൻ്റെ എക്സ്റ്റീരിയറായാലും ഇൻറ്റീരിയറായാലും ഒക്കെ തന്നെ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇവിടെ വന്ന് വാഹനങ്ങൾ ഓടിച്ചു നോക്കാനുള്ള സൗകര്യം കൊടുക്കുന്നുണ്ട്? തീർച്ചയായിട്ടും ടെസ്റ്റ് റൈഡ് ഫെസിലിറ്റി ഉണ്ട്. വാഹനം വരണം, എല്ലാവരും ഓടിച്ചു നോക്കണം. അപ്പോഴാണ് നമുക്ക് ആ വണ്ടിയുടെ ഒരു ക്വാളിറ്റി ഫീൽ ചെയ്യുള്ളൂ. അങ്ങനെ നമ്മൾ വീണ്ടും ഷോറൂമിൽ എത്തിയിരിക്കുകയാണ്. അപ്പോൾ ഇപ്പോൾ ഞാൻ ഇന്ന് വാഹനം ബുക്ക് ചെയ്യുകയാണെങ്കിൽ എനിക്ക് എത്ര ദിവസം കൊണ്ട് തരാൻ പറ്റും? നമ്മളുടെ ഇപ്പോഴത്തെ ഒരു രീതി അനുസരിച്ച് നമുക്ക് ഏകദേശം ഒരു 30 ദിവസം നമുക്ക് എടുക്കുന്നുണ്ട്. വെയിറ്റിംഗ് പീരീഡ് ഉണ്ട് വാഹനം കൊടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മുടെ ഈ വീഡിയോ വന്നിട്ട് കുറേ പേര് ഇങ്ങോട്ട് വരികയും കുറേ പേര് ഇത് ടെസ്റ്റ് റൈഡ് ചെയ്യുകയും കുറേ പേര് ബുക്ക് ചെയ്യുകയും ചെയ്താൽ നിങ്ങൾ എത്ര ദിവസം കൊണ്ട് കൊടുക്കും? എനിക്ക് ചീത്തപ്പനുണ്ടാക്കുമോ? ഇല്ല, ഒരിക്കലില്ല. നമ്മളെ സംബന്ധിച്ച് നമുക്ക് ലാസ്റ്റ് മന്താണ് ചെയ്ത ഫിഗറിനേക്കാളും കൂടുതലും, ഞാനിപ്പം 329 വണ്ടിയാണ്, അതിൽ കൂടുതൽ നമുക്ക് ചെയ്യാനുള്ള പൊട്ടൻഷ്യൽ ഉണ്ട്. പക്ഷേ ഇത് ഡിപ്പെൻഡ് ചെയ്യുന്നത് മാനുഫാക്ചേഴ്സിൻ്റെ അലോക്കേഷൻ ഉണ്ട്. പക്ഷേ നിലവിൽ ഇന്ത്യയിൽ നമുക്ക് കേരളത്തിനേക്ക് വേണ്ടി കൂടുതൽ അലോക്കേഷൻ ഉണ്ട്. അതുപോലെ എല്ലാ സ്റ്റേറ്റിലേക്കും അലോക്കേഷൻ ഉണ്ട്. അപ്പോൾ അതിനെ ഡിപ്പെൻഡ് ചെയ്താണ് നമ്മുടെ വെഹിക്കിളിൻ്റെ അവൈലബിലിറ്റി വരുന്നത്. കൂടുതൽ വണ്ടി ലഭിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും കൂടുതൽ നമ്മൾ മീറ്റ് ചെയ്യും. തീർച്ചയായിട്ടും കൂടുതൽ വണ്ടി ഇവിടെ ലഭിക്കുന്ന എനിക്കൊരു സംശയമില്ല. കാരണം ഈ നിപ്പോൺ ഗ്രൂപ്പ് ആയതുകൊണ്ട് തന്നെ ഈ ടൊയോട്ടയോടും അതുപോലെ തന്നെ ഭാരത് ബെൻസിനോടൊക്കെ പടവെട്ടി ഇഷ്ടംപോലെ യൂണിറ്റുകൾ വിൽക്കാൻ വാങ്ങിക്കുന്ന ആളായതുകൊണ്ട് നിപ്പോൺ ഗ്രൂപ്പ് കൂടുതൽ വണ്ടികൾ തീർച്ചയായിട്ടും കയറുന്ന വിൽക്കുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. അപ്പം മഴയൊന്നുമില്ല, നമുക്കൊന്ന് വെളിയിറങ്ങി ഒന്ന് അല്ലേ ഷോറൂം കണ്ട് അവസാനിപ്പിക്കാമെന്ന് തോന്നുന്നു. ചെറിയൊരു മഴ ഇങ്ങനെ പെയ്ത് മാറിയിട്ടുണ്ട്. അപ്പോൾ ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നതാണ് വിശ്വപ്രസിദ്ധമായ പാലാരിവട്ടം പാലം. പാലാരിവട്ടം പാലം ഇറങ്ങി വരുമ്പോൾ ഇടതുവശമായിട്ട് നമ്മൾ കാണുന്നതാണ് റിവോൾട്ടിൻ്റെ ഷോറൂം. ഞാനീ പറഞ്ഞ പോലെ ഒരു 2 വീലറിൻ്റെ ഡീലർഷിപ്പിൽ നിന്നും പ്രതീക്ഷിക്കുന്നതിനപ്പുറത്തെ ഭംഗിയോട് കൂടി ചേരിക്കുന്ന ഡീലർഷിപ്പാണിത്. അപ്പോൾ ഇനി നമ്മുടെ ഈ വീഡിയോ കാണുന്ന ആർക്കെങ്കിലും ഇവിടെ വിളിക്കണമെങ്കിലുള്ള നമ്പറും മറ്റും നമുക്ക് കൊടുക്കാമല്ലോ അല്ലേ? തീർച്ചയായിട്ടും. അപ്പോൾ രാവിലെ എത്ര മണി തൊട്ട് എത്ര മണി വരെയാണ് നമ്മുടെ ഡീലർഷിപ്പ് ഓപ്പൺ സമയം? 9:30 to 6:30 വരെയാണ് നമ്മുടെ ടൈമിംഗ് വരുന്നത്. അത് തന്നെയാണ് സർവീസിൻ്റെ ടൈം? സർവീസിൻ്റെ ടൈം അത് തന്നെ. ഓക്കെ. അപ്പോൾ എന്തായാലും ഒരു ഇരുചക്ര വാഹനം വാങ്ങിക്കുന്ന ഒരു എക്സ്പീരിയൻസ് അല്ല നിങ്ങൾക്ക് ഇവിടുന്ന് കിട്ടാൻ പോകുന്നത്. കാരണം ഇതിൻ്റെ പിന്നിലുള്ളത് നമുക്കെല്ലാം സുപരിചിതമായ നിപ്പോൺ ഗ്രൂപ്പാണ്. നിപ്പോൺ ഗ്രൂപ്പ് ആയതുകൊണ്ട് തന്നെ അവർ ഏതൊരു പ്രോഡക്റ്റ് വിൽക്കാൻ തീരുമാനിച്ചാലും ആ പ്രോഡക്റ്റ് നന്നായിരിക്കുമെന്നുള്ള കാര്യം എനിക്കും ഉറപ്പുണ്ട്, നിങ്ങൾക്കും ഉറപ്പുണ്ട്. തന്നെയുമല്ല ഒരു വേൾഡ് ക്ലാസ് സർവീസ് എക്സ്പീരിയൻസും തീർച്ചയായിട്ടും നിപ്പോൺ ഗ്രൂപ്പിൽ നിന്നും നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം. അതല്ല ഈ ഒരു ഷോറൂം കാണുമ്പോൾ തന്നെ നമുക്ക് വ്യക്തമാവുകയും ചെയ്യും. അപ്പോൾ എന്തായാലും താങ്ക് യു സജേഷ്. താങ്ക് യു ശ്രീജേഷ്. ഞാൻ സജേഷ് എന്നാണ് വിളിച്ചത്, സോറി ശ്രീജേഷ്. അപ്പോൾ വീണ്ടും കാണാം. അപ്പോൾ പുതിയ മോഡലൊക്കെ വരുമ്പോൾ വിളിക്കുക, വന്ന് ഓടിക്കുന്നതായിരിക്കും. ഓക്കെ. അപ്പം വീഡിയോ കണ്ട എല്ലാവർക്കും എൻ്റെയും ശ്രീജേഷിൻ്റെ വക നന്ദി. ബൈ.